നിങ്ങൾ കുട്ടികൾക്ക് സ്വാലിഹീങ്ങളുടെ കഥ പറഞ്ഞു കൊടുക്കും, അവർ നന്നാകും. അതിന് ഉമ്മാക്ക് സമയം ഉണ്ടാവണം. രാത്രി വാട്സപ്പിൽ നിന്ന് ഓൺലൈൻ മജ്ലിസിൽ നിന്നൊക്കെ ഒന്ന് മാറി നിന്നിട്ട് കുട്ടികളുടെ ചെറിയ പ്രായത്തിൽ അവരെ ചേർത്ത് പിടിച്ച് 3, 4, 5 വയസ്സൊക്കെ ഉള്ള കുഞ്ഞു മക്കളുടെ മനസ്സിലേക്ക് അറിയാമോന് അങ്ങനെ ഒന്ന് നിങ്ങൾ നല്ല രസത്തിൽ പറഞ്ഞു നോക്കി. ഇഹ്യാഉലുദ്ദീന്റെ വാക്ക, സ്വാലിഹീങ്ങളോടുള്ള മഹബത്ത് ആ കുട്ടീൻ്റെ മനസ്സിൽ തറക്കും. പിന്നെ ആ കുട്ടി ബദർ മൗലിദ് ഖത്തറിലേക്ക് പോകുമ്പോൾ ചെല്ലിയ ബദർ മൗലിദ് വരുമ്പോൾക്ക് ശിർക്കായിട്ട് വരില്ല. കാരണം ആ കുട്ടിക്കറിയാം ഇതാണ് ഇസ്ലാം. അതാണ് കാരണം. ചെറുപ്പത്തിൽ സ്വാലിഹീങ്ങളുടെ കഥ പറഞ്ഞു ഉമ്മമാരതിന് സമയം കണ്ടെത്തും. ഉപ്പമാർക്ക് അത് കഴിയൂല എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. ഉപ്പമാര് ജോലി, പ്രയാസം, തളർച്ച, വിയർപ്പ് എല്ലാം കൂടിയായിട്ടാണ് വരിക. അന്നേരമായിട്ടൊരു കുട്ടി ഉപ്പ ഒരു കഥ, അവൻ്റെ കഥ അന്നേരം തന്നെ കഴിയാൻ സാധ്യതയുണ്ട്. ദയവ് ചെയ്തിട്ട് നിങ്ങൾ അതിൽ ഓരെ ഏൽപ്പിക്കരുത് എന്നാണ്, ആ കമ്മിറ്റിയിൽ ഉപ്പാനിടരുത് എന്നാണ് എൻ്റെ വിനീതമായ അഭിപ്രായം. പതാവില്ല. പിന്നെ എപ്പോഴെങ്കിലൊക്കെ ലീവുള്ള സൂപ്പ് പറഞ്ഞു കൊടുത്തോട്ടെ. ഉമ്മമാർ കഥയുള്ളവരാവണം. കഥയുള്ള പെണ്ണിനെ തന്നെ കെട്ടാനും പറ്റുള്ളൂ. മിസ്സടിയും കണ്ണടിയും അല്ല പ്രപ്പോസലിൻ്റെ മാനദണ്ഡമാവേണ്ടത്. പെണ്ണ് കെട്ടുമ്പോൾ ഫൽഫർ ബിദാത്തിദ്ദീൻ, കഥ ഉള്ള പെണ്ണിനെ തന്നെ കെട്ടണം. കഥ വേണം.